അടിപൊളിയായോ? എടുത്തോളി. എന്തൊക്കെ പാക്ക് ചെയ്യാല്ലേ? അൽഹംദുലില്ലാഹ് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ബാഗ് പാക്ക് ചെയ്ത് ഇത്രയും ബാഗ് കൊണ്ടുപോകാണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് ഒക്കെ ആദ്യം സിറ്റ് ഔട്ടിൽ വെക്കുന്നിട്ട് എല്ലാം എണ്ണീറ്റ് ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടോ നോക്കി ഇടക്കിടക്ക് വരാൻ കഴിയൂല കേട്ടോ. ഇതല്ലേ ഇതെന്തിനാ പഴം കൊണ്ടുപോകല? ആർക്ക്? ഏത് പിന്നെ എല്ലാരും എടുത്തോ? ഈ 2 കൂട്ടൊക്കെ എടുത്തോളി. ഇതെടുക്കണ്ടോ? നിങ്ങള് മാക്സി എടുത്തോ? ഒരു മാക്സി കയ്യിൽ വെച്ചോളി. ബാഗ് സ്കൂളിൽ പോകാനുള്ള അങ്ങനത്തെ ബാഗൊക്കെ എടുത്തിക്കണേ. പഴയ ബാഗ് എന്തെടുക്ക കളഞ്ഞൊന്നുമില്ലല്ലോ. ഈ പഴം ഒരു കവറിലിട്ടാളി. നീത് ഇങ്ങനെ വെച്ചാൽ ചെറിയ കവറിൽ വെച്ചു. പായ എന്തിനാ? പായ ആയിരിക്കാം. നമ്മൾ റൂം എടുക്കില്ല അവിടെ. പൊതുപ്പ് വേണോ? പൊതുപ്പ് എടുത്തുക്കണോ? എത്ര ഉണ്ടോ? ഇതിപ്പോ ലൈലന്റ് വിളിക്കേണ്ടി വരുമോ? നമ്മളെ ബാഗുകളൊക്കെ ഒരുങ്ങിയില്ലേ? ഇനി എന്തൊക്കെയുള്ളത്? ടെൻഷനാവണ ഒരുപാട് പേര് ഇന്നലെ ചോദിച്ചായിരുന്നു വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ പോകാനുള്ള കാരണം ഡോക്ടർ പറഞ്ഞിട്ടാണ് ഡേറ്റ് വരെ എന്തായാലും നിർത്താൻ പറ്റൂല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ പിന്നെ ശ്രദ്ധിക്കണം. 4-ാം തീയതി മുന്നേ എനിക്കില്ലെങ്കിൽ ചെല്ലാനും പറഞ്ഞപ്പോ ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ 4-ാം തീയതി പോവാണ്. 4-ാം തീയതി ഇനി ഡേറ്റ് നീട്ടൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോണത്. നീട്ടോ ഡേറ്റ് നീട്ടോ? ഓക്കെ അതെന്തായാലും മതിയോ? ഇനി ഒന്നും എടുക്കാറില്ലല്ലോ. ഒക്കെ എന്തെങ്കിലും ഫൈൻ എടുത്തോ? നമ്മളങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഉമ്മ ഉണ്ട്, സിനു ഉണ്ട്, സിനുവിൻ്റെ ഉമ്മാളുണ്ട്, അനിയത്തിമാരുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ ഇറങ്ങുന്ന സമയം 7:49. 8 മണിയാകുമ്പോൾ 8:15 അവിടെ എത്തണം. നേരെ നമ്മൾ പോകുന്നത് ലേബർ റൂമിലോട്ടാണ്. കാരണം ഡോക്ടർ വരുമ്പോഴേക്കും OPയിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു. OPയിലല്ല, ലേബർ റൂമിൽ കയറണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം അവിടെ ആദ്യം ഡോക്ടർ പോയിട്ടാണ് പിന്നെ OPയിലോട്ട് ഡോക്ടർ വരിക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സിനു പറഞ്ഞില്ലേ കുറേ കമൻസാണ് നമുക്ക് വേദന വന്നിട്ട് പോയാൽ മതി അല്ലെങ്കിൽ തിരിച്ചു. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് അന്ന് 4 ദിവസം അല്ല ഒരാഴ്ച നമുക്ക് സമയം തന്നതാണ്. ഒരാഴ്ച ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞ് ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഡോക്ടർ പറഞ്ഞ ദിവസം തീരുകയാണ്. അപ്പോൾ കൈസ് ഇന്ന് നേരെ പോവുകയാണ്. നമ്മൾ പോകുന്നത് ലേബർ റൂമിലോട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമ്മൾ ബാഗും കാര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ മറക്കുകയാണെങ്കിൽ ലാസ്റ്റ് നേരത്തെ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് തന്നെ ഒരുക്കി ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും മറക്കൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി മറന്നാലും നമുക്കൊരു 10-15 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി എത്താറുണ്ട്. ആ ബാഗുകൾ ഓരോന്നെടുക്കും. നമുക്ക് ബാഗ് ഓരോന്ന് പാക്ക് ചെയ്യാം ഉള്ള സ്ഥലത്ത്. ആ വലിയ പെട്ടിയില്ലേ? വലിയ പെട്ടി ബാഗ്. അത് വലിയ പെട്ടിയില്ല ഭാഗ്യ. ആ കുട്ടികൾ കിടക്കണ അത് താഴ്ത്ത് വെക്കണം, അല്ലെങ്കിൽ അത് മുകളിൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഒട്ടല്ലോ ഇത്രഞ്ഞുള്ളൂ. ഏതില്? ഇതൊക്കെ റൂം എടുത്തിട്ടൊക്കെ ആദ്യം റൂം എടുക്കണോ? എന്നെ അടിമിറ്റാക്കൊന്നും വേണ്ട. ആദ്യം ബാക്കിയുള്ളവർക്ക് കടക്കാനുള്ള സ്ഥലവും വേണം. അതിലൊക്കെ യാത്ര പറയുന്നുണ്ട്.
അങ്ങനെ മക്കളെ നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓമശ്ശേരിയിലാണ്, അതായത് മുക്കം കഴിഞ്ഞിട്ടുള്ള ഓമശ്ശേരിയിലാണ്. എന്നാലും മുന്നേയൊക്കെ നമ്മൾ കാണിച്ചത് ഇവിടെ തന്നെയാണ്, അതായത് ഇത്രയും സ്കാനിങ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ എടുത്തിട്ടുള്ളത്. ഞാൻ വരുന്ന വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ നല്ല ടെൻഷൻ, അല്ലെങ്കിൽ മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നാലും കഴിച്ച് നമുക്ക് ചായ കുടിക്കണം കേട്ടോ. ചായ കുടിക്കുക എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ വെറുതെ വെക്കുന്നത്, ഞാൻ നേരം കൂടി നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ ബാക്കി ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ക്യാൻറ്റീൻ നല്ല ചൂട് കൊടുക്കാൻ എല്ലാവർക്കും കഴിച്ചിട്ട് ലേബർ റൂമിലോട്ട് കയറാച്ചിട്ടായിരുന്നു. എന്തായാലും അധികം വീഡിയോസ് ഞാൻ അധികം വോയിസ് ഓവർ കൊടുക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലല്ലേ, നമുക്ക് അതിനുള്ള പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് എന്നോട് പറ്റണ മാതിരി എടുക്കുന്നുണ്ടാവുള്ളൂ, അല്ലാതെ ഫുള്ള് വീഡിയോസൊന്നും എടുക്കാൻ നിൽക്കലുണ്ടാവില്ല. എന്തായാലും ഒരുപാട് ടെൻഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിട്ടോ. ഏകദേശം ഇപ്പോൾ ആ വൈറ്റ് ചുമര കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ലേബർ റൂമായിട്ട് വരുന്നത്. നമ്മൾ ആദ്യം കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം, കാരണം കാറ് പാർക്കിങ് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമാണ്. നേരെ മറിച്ച് ബാക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ഒരു ഗ്യാപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്കിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാനും എല്ലാത്തിനും ആക്കാണ്. എന്തായാലും ഞാൻ സ്ഥലം എവിടെയെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കട്ടെ ഗൈസ്. അപ്പം എന്തായാലും അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, ഞാൻ അവരവിടെ നിർത്തി. ആദ്യം നമുക്ക് വീട്ടുകാരെ അവിടെ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്ത് നേരെ എന്താക്കാം, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ലേബർ റൂമിലോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ. നമുക്ക് ആദ്യം ചായ കുടിക്കണം, നമ്മൾ വീട്ടിലൊന്നും വെച്ചില്ല, നേരത്തെ പോരുണ്ട്. നല്ലോണം തിന്നോ. വട വേണോ? അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ക്യാൻറ്റീനിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു കാലിച്ചായും ഒരു വടയും, ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് പലഹാരം കഴിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ആദ്യം ഇനി ശരിയായിക്കോളും. നമ്മുടെ വള്ളുവനാട് നമുക്ക് പ്രശ്നമില്ല, അത് നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് പിന്നാക്കം നിൽക്കുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ലേബർ റൂമിലോട്ട് പോകാൻ നിൽക്കുക. നമ്മൾ ഓപ്പിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയായിരുന്നില്ല, കാരണം രാവിലെ തന്നെ നമ്മൾ വെച്ച് കുറച്ച് ബാക്കിയായി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് വെറുതെ വേസ്റ്റ് ആവൂലേ. അപ്പോൾ നമ്മളെന്തായാലും ഹോട്ടലിൽ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ലെവലിലായിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ലേബർ റൂമിലോട്ട് പോവുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നതാണ്. ഇനി വഴി അപ്ഡേഷൻ ഇൻഷാ അല്ലാഹ് പറ്റുന്ന രീതിക്ക് ഞാൻ എന്തായാലും തരണ്ട് അല്ലേ. ഈ ഒരു എനർജി ഒന്നും കുറച്ച് നേരം ഉണ്ടാവില്ല, അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് അപ്ഡേഷൻ അറിയിക്കാം.